തന്റെ സ്ത്രീകളാൽ ആകാശഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധൻ 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 ഒരുമൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു സ്തുതി. ദൈവമേ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരങ്ങൾ സൂക്ഷിക്കാൻ കൈകൊണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യം രക്ഷിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വവും നീക്കുള്ളതാകുന്നു. നിനക്ക് സമാധാനം. സമയത്തും ദൈവനമ്പുരാന്റെ വീഴ്ചയോളണമേ. വിശുദ്ധമറിയാം മുദ്രമായ മിന്നൽ പിണറിന്റെ സാദൃശ്യത്തിൽ മാലാഖയെ കണ്ടു. അവൻ എത്രയും ലാവണ്യത്തോടെ അവളോട് സംസാരിച്ചു. മറിയമേ നിനക്ക് സമാധാനം, അത്യുന്നതിന്റെ ശക്തി ഇതിനു മേൽ ആവസിക്കും. പരിശുദ്ധ റൂഹ നിന്നിൽ വസിക്കുകയും ചെയ്യും. പാറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്നെ ആമേൻ. ദിവ്യന്മാരും സ്ത്രീയന്മാരും സഹോദരന്മാരുമേ, നിങ്ങൾ ഞങ്ങൾക്ക് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നുള്ള കോട്ടയും സങ്കേതസ്ഥലവുമായിരിക്കണമേ. നിങ്ങളുടെ അസ്ഥികളെ ബഹുമാനിച്ച ജനങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ വാഴ്ത്തപ്പെടുകയും നിങ്ങളോടുകൂടെ മോക്ഷം അവകാശിക്കുകയും ചെയ്യണമേ. മരിച്ചവർക്ക് ഓർമ്മയും ജീവനുള്ളവർക്ക് നല്ല ശരണം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവും ദൈവവും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ശരണവുമായ കാന്യവനായ പിതാവാം ദൈവത്തിന് നാം സ്തുതിയും ബഹുമാനവും നൽകണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മാതാവിന്റെയും സർവപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോവരെയും പുണ്യപ്പെടുത്തണമേ. കന്യകമറിയവനെ കുറിച്ചുള്ള ഓർമ്മ ഞങ്ങളുടെ വാഴ്വിനായിട്ടിരിക്കണമേ. അവരുടെ പ്രാർത്ഥന ഞങ്ങളുടെ ആത്മാക്കൾ കോട്ടയമായിരിക്കണം. ദിവ്യന്മാരും സ്നേഹന്മാരും സഹോദരന്മാരും പരിശുദ്ധന്മാരുമായുള്ളവരെ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കരുണകൾക്കായി നിങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. കർത്താവേ, നിന്റെ ശരണത്തിന്മേൽ എതിരെ പ്രാപിച്ചിരിക്കുന്ന എന്റെ മാതാവിന്റെ ഓർമ്മയെ ശ്രേഷ്ഠതപ്പെടുത്തുകയും വിശുദ്ധന്മാരെ ശ്രേഷ്ഠരാക്കുകയും വാങ്ങിപ്പോയരെ ഏർപ്പിക്കുകയും ചെയ്യുന്നവന് സ്തുതി. മാതാവിന്റെ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയായി ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോയരെ പുണ്യപ്പെടുത്തണമേ. മാതാവ് ശുദ്ധന്മാർ പ്രാർത്ഥനയാൽ സ്വർഗ്ഗപിതാവിന്റെ അജനമതാം രാജാദേശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജമതാവരുതരഹിത കാരുണ്യത്താൽ മാർഗൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാകന വിമലത ശുചിയൻ ദൈവയുള്ള മാറിമാവിയും ദൈവജനത്രേ കന്യകയാം അറിയാമേലും ഭേദമതന്നെ മാനവനായി പ്രസിദ്ധനായ ഞങ്ങൾ ഉടയോനാം മശീഹ നിജ പ്രതിയാനിവതൻ പ്രതിനെ മെതിച്ചു നിഗനിച്ചോനെ സവിതാവോടൊപ്പം ജീവനും സവിധം വന്ദിതനെ പരികീർത്തിതനെ കൃപചേണം. കർത്താവേ, നീ എന്നേക്കുള്ളവരും നിന്റെ സിംഹാസനം തലമുറ തലമുറകൾ വരെയുള്ളതുമാകുന്നു. എന്നേക്ക് ഞങ്ങളെ നീ കൈവിടുകയും ദീർഘനാളത്തേക്ക് ഞങ്ങളെ മറക്കുകയും വരുതേ.
കർത്താവേ, നിന്റെ അടുക്കിലേക്ക് ഞങ്ങളെ നീ തിരിക്കുകയും ഞങ്ങൾ തിരികെയും ചെയ്യണമേ. മുമ്പിലത്തെ ദിവസങ്ങളിൽ ഞാൻ സൂക്ഷിച്ചു നോക്കി, എന്നെ സൗഖ്യമാക്കി ഞാൻ സൗഖ്യമാക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ എന്റെ മഹത്വമാകുന്നു, എന്നെ നശിപ്പിക്കരുതേ. എന്നാലോ ദോഷമുള്ള ദിവസത്തിൽ എന്റെ മേൽ നീ ആവസിക്കണമേ. എന്നെ പീഡിപ്പിക്കുന്ന പിശാചുക്കളെ ലജ്ജിപ്പിക്കണമേ. ഞാൻ ലജ്ജിപ്പാൻ സംഗതിയാക്കരുതേ. അവർ താഴ്ന്നു പോകണമേ, ഞാൻ താഴ്ന്നു പോകരുതേ. ദോഷമുള്ള ദിവസത്തെ അവരുടെ മേൽ വരുത്തണമേ. നീതിമാന്മാരെ പരിശോധിക്കുകയും അന്തരേന്ദ്രിയങ്ങളെ ശോധന കഴിക്കുകയും ചെയ്യുന്നവരോനായ കർത്താവേ, ഞാൻ അവരെ തകർക്കുമാറാണമേ. എന്റെ ന്യായവിധി നിനക്ക് ഞാൻ ഭേൽപ്പിച്ചിരിക്കാൻ അവരെ ന്യായവിധിക്കുന്ന ഞാൻ കാണണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവേ, നമ്മുടെ നമസ്കാരങ്ങൾ ശ്രോതൃക്കളെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരീക്ഷയെ നിനക്ക് സമാധാനം. സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഉത്തരം ഞങ്ങൾക്ക് വേണ്ടി പിതാവിനോടും മുദ്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടു. സ്ത്രീയന്മാരും സംസാരിച്ചനുമായി കാതോലിക്കവും സ്നേഹിക്കുമായ ഏകോസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമെന്ന് ഏറ്റുപറഞ്ഞ് മരിച്ചുപാട് ഇരുപ്പിനും സ്തുതിയുടെ രാജമകൾ ഹാലേലുയാ രാജഭാമിനിയും അറിയാമിൻ സ്മരണം വരദായകമായ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിൽ കോട്ട പാർക്കുമോ. കണ്ണികമറിയാമിൻ ഉയരുന്നായ സുഖപരിമളദൂഹം
പ്രാർത്ഥനയൻ സമയമേതല്ലോ മോരന്ത്രയോസ് ആത്മീയമായ ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും നിരന്തരം വാഴ്ത്തി പ്രിയപ്പെടുത്തട്ടെ. നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളെ വാങ്ങിപ്പോർക്കും താൻ പാവനിഹാരം നൽകുമാറാകട്ടെ. പിതാപുത്രനും പരിശുദ്ധമായുള്ളവയെ ബലഹീനവും പൂർണ്ണമായ നമസ്കാരങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ബന്ധപ്പെട്ട സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാനമാണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്തുതേ. ഞങ്ങളുടെ കർത്താവേ നമസ്തുതേ. ജ്ഞാനശ്രണവുമേ നമസ്തുതേ. പാർക്കുമോ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രനമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും തമ്പുരാനെ തീർത്ഥാടകരായി തിരുസന്നിധിക്ക് അടുത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ദേശത്തിന്റെ മേലും ഇടവകന്മേലും ഇടവകയിൽ ശുശ്രൂഷിക്കുന്ന അഭിഷിക്തരുടെ മേലും ഞങ്ങളെല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ഒരു മിനിറ്റ് എല്ലാവരും ഇരിക്കുക. ബഹുമാനപ്പെട്ട അജിയച്ചനാണ് ഇവിടുത്തെ വികാരി. 3 വർഷം മുമ്പ് മാരാമൺ മർത്തോറിയം പഴയ സുറിയാനി പള്ളിയിൽ നിന്നും തീർത്ഥാടകരുമായി ഇവിടെ സന്ദർശിച്ചപ്പോൾ അച്ഛൻ യഥോചിതം ഞങ്ങളെ സ്വീകരിക്കുകയും അല്പം രാത്രി വന്നിട്ട് പോലും അന്ന് വൈകിട്ട് ഭക്ഷണം വരെ അച്ഛൻ ഒരുക്കി തന്നു. അച്ഛൻ്റെ സമയത്ത് ഈ പള്ളി പഴയ പള്ളിയായിരുന്നു. അതിനുശേഷമാണ് ഇത് റിനോവേറ്റ് ചെയ്താണ് ഇപ്പോൾ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള ദേവാലയം ആയിത്തീർന്നിട്ടുള്ളത് എന്നുള്ളതും ഈ സമയത്ത് എടുത്തു പറയുകയാണ്. അച്ഛൻ്റെ പ്രവർത്തനത്തെ പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുന്നു. ഇന്ന് രാവിലെ മേറ്റൊരു സെൻറ് തോമസ് വലിയ പള്ളിയിൽ നിന്നും യാത്ര പുറപ്പെട്ട തീർത്ഥാടക സംഘമാണ് കല്ലട അന്ത്രേയ സ്വാമിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയിൽ എത്തിച്ചേർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും പരിശുദ്ധന്റെ കബറിടം സന്ദർശിച്ച അനുഗ്രഹം വായ്പാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങളെ സ്വീകരിച്ച് ആചരിച്ചതിനുള്ള കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങളാരും ഇവിടെ ആദ്യമായിട്ട് വന്നതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം പല സന്ദർഭങ്ങളിൽ നിങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ദേവാലയ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുണ്ടിയാറ്റിൻകരയിൽ നിന്ന് ഉപിനച്ചൻ്റെ നേതൃത്വത്തിൽ വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ഗീവർഗീസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഇവിടെ വന്നതിലുള്ള സന്തോഷം ആദ്യമേ അറിയിക്കുന്നു. അന്ന് വന്നപ്പോൾ ദേവാലയത്തിലെ നിർമ്മാണങ്ങളൊക്കെ നടക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും കരുണയാലും ഏറെ വർഷങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു പരിശുദ്ധനായ അന്ത്രേയാസ് ബാവയുടെ കബറിടം വിശ്വാസ സമൂഹത്തിന് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളത്.
എന്നാൽ കാലങ്ങളായിട്ടുള്ള ആഗ്രഹം പല സന്ദർഭങ്ങളിൽ പ്രവൃത്തി പദത്തിൽ എത്തിക്കുവാൻ ശ്രമിച്ചപ്പോഴൊക്കെ പല അനർത്ഥങ്ങളും അപകടങ്ങളുമൊക്കെ അന്നുണ്ടായിരുന്ന വികാരിമാർക്കും അന്നുണ്ടായിരുന്ന ചുമതലക്കാർക്കും ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും കരുണയാലും കബറിടം പൊളിച്ചു പണിയാതെ, എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടി 2023 ജൂലൈ മാസം 9-ാം തീയതി ചെങ്ങന്നൂർ പത്രാസന മെത്രാപ്പോലീത്ത, ഞങ്ങളുടെ പഴയ കൊല്ലത്തിൻ്റെ ആത്മീയ മകനും കൂടിയായിരിക്കുന്ന അഭിനന്ദ മർത്തിമോത്തിയോസ് തിരുമനസ് കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് അന്ന് തിരുമേനിയുടെ ബന്ധത്തിലുള്ള ഒരു വിവാഹത്തിന് തിരുമേനിയുടെ ആശീർവദിക്കാൻ വന്നിരുന്നു. ധൂപപ്രാർത്ഥനയെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കല്ലടയും ചെങ്ങന്നൂരുമായി ഏറെ ആത്മബന്ധമുണ്ട്. അത് പരിശുദ്ധ ആന്ത്രോസ് ബാവയുടെ കാലമാണെങ്കിലും ഇന്നാണെങ്കിലും ആന്ത്രോസ് ബാവ കല്ലടയിലേക്ക് വന്നത് പുത്തങ്കാവ് വന്ന് പ്രവർത്തിച്ചതിന് ശേഷമാണ്. അവിടെ നിന്ന് ഇവിടെ വന്ന് 1682 കല്ലടയിലെത്തി. തുടർന്നുള്ള 10 വർഷക്കാലം കല്ലടയും കുണ്ട്രയും സമീപ പ്രദേശങ്ങളുമായി സഞ്ചരിച്ച് ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും 1692 കുംഭമാസം 18-ാം തീയതി ഇവിടെ വെച്ച് കാലം ചെയ്യുകയും ഈ അന്നത്തെ ദേവാലയത്തിൻ്റെ മദ്ബഹായ്ക്കുള്ളിൽ, അതായത് ഇപ്പോൾ ഈ കബറിടത്തിൻ്റെ ഉൾഭാഗം, മദ്ബഹായ്ക്ക് ഉള്ളിലുള്ള ഭാഗമാണ് കബറിടം. അത് മാറ്റുവാനായിട്ട് നമ്മൾ ചിന്തിച്ചാണ് ആദ്യകാലങ്ങളിലൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ചിന്തിച്ചതെങ്കിലും അന്ന് അനർത്ഥങ്ങൾ ഏറെ ഉണ്ടായി. ഏറ്റവും അവസാനം 2011 അതിനെക്കുറിച്ചുള്ള ചിന്തിച്ച സമയത്താണ് അന്ന് വിടിരുന്ന അച്ഛൻ്റെ ഒരു സൈഡ് പാരലൈസ്ഡായി പോകുന്ന ഒരു സാഹചര്യം വന്നു. വീണ്ടും ആ തീരുമാനം മാറ്റി വീണ്ടും എന്നാൽ ഇത് കാണത്തക്ക രീതിയിൽ ക്രമീകരിക്കണമെന്നുള്ള ചിന്തയോടെ, അതും ഒരു ചെങ്ങന്നൂരിലെ മകനാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റായിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പഴയ സുറിയാനിയുടെ അവകാംഗമായ ബഹുമാനപ്പെട്ട ബിജു സി തോമസ് സാറിൻ്റെ നേതൃത്വത്തിൽ ജൂലൈ മാസം 2023 ജൂലൈ മാസം 9-ാം തീയതി ആരംഭിച്ച് ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും കരുണയാലും 2025 ഫെബ്രുവരി 21, 22 തീയതികളിലായി പരിശുദ്ധ ബാവ തിരുമേനിയുടെയും തിമോത്തിയോസ് തിരുമേനിയുടെയും ദേവനാസിയോസ് തിരുമേനി, ദിയസ്പൊറോസ് തിരുമേനി, യൗസബിയോസ് തിരുമേനി, ദമത്രിയോസ് തിരുമേനി എന്നീ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ കൂദാശ ചെയ്തു. ഏറെ ചിന്തിച്ചതും ആലോചിച്ചതിനും ഒക്കെ അപ്പുറത്തായിട്ട്, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, മുമ്പ് വന്നിട്ടുള്ളവർക്ക് കല്ലടപ്പള്ളി ഇപ്പോൾ കാണുമ്പോൾ അതൊരു വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണം ഞങ്ങൾ ആരുമല്ല, പണി ചെയ്തവരുമല്ല, അപ്പൂപ്പൻ്റെ സാന്നിധ്യമാണ്. പ്രത്യേകിച്ച് ബിജു സാറ് ഇവിടെ നേരത്തെ നിങ്ങൾക്കറിയാം കബറിടത്തിൻ്റെ മുമ്പിൽ 2 ഫില്ലറുകളായിരുന്നു. അതുകൊണ്ട് കബറിടം കാണാൻ പറ്റുകയില്ല. എന്നാൽ ആ പില്ലറുകൾ പൊളിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ കബറിടം നമുക്ക് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ബിജു സാറ് എത്രമാത്രം ഇത് വിജയിക്കുമെന്ന് പറയാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയത്ത് യാതൊരു തടസ്സവും മുടക്കവും കൂടാതെ പുതിയ ആർച്ചൊക്കെ ക്രമീകരിച്ച് കഴിഞ്ഞിട്ട് ബിജു സാർ ഇവിടെ പ്രധാന വാതിൻ്റെ പടിഞ്ഞാറ് വശത്ത് നിന്നിട്ട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ എന്നും ഓർക്കും. ശാസ്ത്രം തോൽക്കുന്നതും ദൈവം ജയിക്കുന്നതും എൻ്റെ അനുഭവത്തിൽ കണ്ടത് കല്ലടപ്പള്ളിയിലാണ്. കാര്യം പ്രധാനപ്പെട്ട ബീമുകളും പില്ലറുകളുമാണ് ഈ ദേവാലയത്തിൽ പൊളിച്ചു കളഞ്ഞ് പുതിയത് പണിഞ്ഞത്. സാറ് പഠിച്ചിരിക്കുന്ന ശാസ്ത്രം വെച്ച് അത് പൊളിച്ചു കളഞ്ഞ് എന്തായി തീരുമെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ സംശയത്തോടുകൂടി നിൽക്കുമ്പോൾ ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ശാസ്ത്രം തോൽക്കുന്നതും ദൈവം ജയിക്കുന്നതും കല്ലടയിൽ ഞാൻ കണ്ടു എന്ന്. അത് സാറ് മാത്രമല്ല, ഇവിടെ പണിഞ്ഞ ആർക്കിടെക്റ്റ് സനലാണ്. അതായത് പഴന്തോട്ടം സ്വദേശിയായ കുടുംബപരമായി ഒരു ദേവാലയങ്ങൾ മാത്രം നിർമ്മിക്കുന്ന നമ്മുടെ നാട്ടും മേശിനിമാരാണ്. അവരവസാനം ഇവിടുന്ന് പറഞ്ഞു വെച്ചാൽ കല്ലടയിൽ പണിഞ്ഞിട്ട് ഞങ്ങൾക്ക് മതിയായിട്ടില്ല എന്ന്. അവസാനം അവരെ ഞങ്ങൾ ഒന്ന് പോയി മാറാമെങ്കിൽ മാത്രമേ കൂദാശ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യമാണ്. നെഗറ്റീവായിട്ടല്ല, കാര്യം അവരത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ കബറിടം പണിഞ്ഞത് ആദ്യം നമ്മുടെ പുത്തങ്കാവ് കൊച്ചു തിരുമേനയുടെ കബറിടം ചെയ്തതുപോലെ വെള്ള മാർബിളിൽ, ഇറ്റാലിയൻ മാർബിൾ ചെയ്യണമെന്നുള്ളൊരു ചിന്തയായിരുന്നു ഞാനിവിടെ വരുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു. എന്നാൽ അതും ഇവിടെ തടിപ്പണി ചെയ്യുവാൻ, അതും നമ്മുടെ പള്ളികളൊക്കെ സ്ഥിരമായി ചെയ്യുന്ന, പള്ളിപ്പണി മാത്രം ചെയ്യുന്ന അഞ്ചലുകാരൻ ഒരു വിജയനാചാരിയാണ് തടിപ്പണി ചെയ്യുവാനായിട്ട് നമ്മൾ ക്രമീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കബറിടമാണ് ഇത്.
അദ്ദേഹവും പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ ആരോ ഒരാൾ കൂടെ നിന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നത് പോലെ ഫീൽ ചെയ്തു എന്ന്. അദ്ദേഹത്തിന് ഒരു അനുഭവ സാക്ഷ്യം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഞാൻ മുമ്പിരുന്ന 2017 കാലഘട്ടത്തിലിരുന്ന പത്തനാപുരം അടുത്ത് മഞ്ഞക്കാല എന്ന് പറഞ്ഞൊരു ദേശമുണ്ട്. അവിടുത്തെ പള്ളി പണിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഈ മേശ്ശേരി അവിടെ പണി ചെയ്തതാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ മകൻ വിവാഹം കഴിച്ച ആളാണ്. മക്കളില്ലാത്ത 10 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു മകൻ, മേശ്ശേരിയുടെ മകൻ ഉണ്ടായിരുന്നു. ഇവിടെ പണിക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, വെച്ചാൽ കബറിടത്തിൻ്റെ പണി എന്ന് തുടങ്ങിയോ എൻ്റെ വീട്ടിലെ തടസ്സങ്ങളൊക്കെ അന്ന് തൊട്ട് മാറി തുടങ്ങി. കഴിഞ്ഞ മാസത്തിന് അങ്ങേ മാസം അദ്ദേഹത്തിന് ഒരു പുതിയ കുഞ്ഞ് ഉണ്ടായി ഇവിടെ വരികയും വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടെ പണി ചെയ്ത് എല്ലാവരും അത് ആത്മാർത്ഥതയോടുകൂടി പണിതതുകൊണ്ടാണ് ഇത്ര മനോഹരമായ രീതിയിൽ അത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചത്. ചില സമയങ്ങളിലൊക്കെ സാമ്പത്തികമായ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്ന സമയത്തും അത് ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധനായ അന്ത്രയോസ് ബാവയുടെ മധ്യസ്ഥതയും ഒരു മുടക്കവും കൂടാതെ അത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം അപ്പൂപ്പൻ്റെ മധ്യസ്ഥത, സഹായങ്ങൾ, അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളവരാണ്. ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർ വരികയും ചെയ്യും. അതുകൊണ്ട് കുമേറ്റക്കരയിൽ നിന്നും വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പുത്തങ്കാവിലുണ്ടായിരുന്ന കാലഘട്ടത്തെ പുത്തങ്കാവിലുള്ളവർ ഇപ്പോഴും മിക്കവാറും ആഴ്ചകളിൽ അവിടുന്ന് ഒരു കുടുംബമെങ്കിലും ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഒരാഴ്ച ഒരു കുടുംബമെങ്കിലും മിനിമം ഇവിടെ ഉണ്ടാകും. അവർ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. നിങ്ങളെയും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ദേവാലയ കുദാശ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിനും നന്ദി അറിയിക്കുകയും പരിശുദ്ധ അന്ത്രയോസ് ബാവ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണർ, അത് സൗഖ്യദാന കിണർ എന്ന പേരിൽ പള്ളി ഓഫീസിൻ്റെ പടിഞ്ഞാറ് വശമാണ്. നിങ്ങൾക്കറിയാം, ഏത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും ഏത് കൊടിയ വേനലിൻ്റെ സമയത്തും ആ കിണറ്റിലെ വെള്ളത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. 2018 നമുക്കറിയാം, ചെങ്ങന്നൂരും പരിസര പ്രദേശവും കൊല്ലവും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളൊക്കെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വെള്ളത്തിന് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. അത് വലിയ വേനലാണെങ്കിലും അത്രയും തന്നെ ഉള്ളൂ. എന്നാൽ അത് ആ വെള്ളം പറ്റിക്കാനായിട്ട് പല പ്രാവശ്യം പെരുന്നാളിനോടനുബന്ധിച്ചൊക്കെ മോട്ടോർ വെച്ച് അത് അടിച്ചു കളയാൻ ശ്രമിച്ചാലും അടിച്ചു കളയുന്ന വേഗത്തിൽ ഇത് ഇപ്പോഴത്തെ നിലയിൽ തൽസ്ഥിതി തുടരും. അത് സൗഖ്യദാന കിണറായി പ്രത്യേകിച്ച് ത്വക്ക് രോഗ സംബന്ധമായിട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ ശ്വാസമുട്ടൽ സംബന്ധിച്ചുള്ള, ലങ്സ് സംബന്ധിച്ചുള്ള രോഗമുള്ളവർക്ക്, ആസ്മ പോലെയുള്ള രോഗമുള്ളവർക്ക് അവിടെ നേർച്ചയുണ്ട്. പാളയും കയറും, അതിനകത്ത് പാളയും കയർ ഉപയോഗിച്ച് വെള്ളം കോരി അത് കുടിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നവർക്ക് സൗഖ്യം ലഭിച്ചതായിട്ട് ഏറെ പേർ അനുഭവ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിൽ നേരത്തെ മേടയ്ക്ക് മുകളിലത്തെ നിലയിലായിരുന്നു. ഇവിടെ വരുന്നവരൊക്കെ പലപ്പോഴും പ്രായമുള്ളവരും പറഞ്ഞ ചമ്മേളി വരെ കയറിപ്പോകാനായിട്ട് പറ്റുന്നില്ല എന്ന്. എന്നാൽ ഇപ്രാവശ്യം കൂതാശയ്ക്ക് ശേഷം അത് താഴത്തെ നിലയിലേക്ക് ക്രമീകരിച്ച് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ മേടയും അവിടെ വന്ന് സ്വകാര്യമായി ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ പലരും വ്യക്തിപരമായും കുടുംബമായിട്ടൊക്കെ വന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പോകുന്നതും അനുഭവം സാക്ഷ്യം കേൾക്കുവാനായിട്ട് ഇവിടെയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കബറിടം നിങ്ങൾ കണ്ടു. മേടയിലും അതുപോലെ തന്നെ അവിടെ കയറി കിണറിലും കിണറ്റിൻ്റെ അവിടെ പോയി നേർച്ചകളൊക്കെ ചെയ്ത് ഉച്ചഭക്ഷണം നിങ്ങൾ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് അവിടെ എല്ലാം സെറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം പള്ളിയിലും കയറി ഭക്ഷണം കഴിക്കാനായിട്ട് അവിടേക്ക് പോവുക. നിങ്ങളുടെ നല്ല സാന്നിധ്യത്തിന് ഒരിക്കൽ കൂടി ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാ വർഷവും മാർച്ച് 1, 2, 3 തീയതികളിലാണ് പരിശുദ്ധ അന്ത്രയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്നത്. അടുത്ത വർഷവും 9 ദിവസമാണ്, 2, 3 ദിവസങ്ങൾ. എങ്കിലും പ്രധാന പെരുന്നാളുകൾ കുംഭം 18, 19, മാർച്ച് 2, 3 തീയതികളായതുകൊണ്ട് നോയമ്പാണെങ്കിലും അല്ലെങ്കിലും ആ ദിവസം തന്നെയായിരിക്കും പെരുന്നാൾ പൂർത്തീകരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടേക്ക് വീണ്ടും അച്ഛൻ അന്ന് മാരാമൺ പള്ളിയുടെ വികാരിയായിട്ടിരുന്നപ്പോൾ തിരുവനന്തപുരത്തൊക്കെ പോയിട്ടാണ് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അല്പം താമസിച്ചുവെങ്കിലും ഇവിടെ സാധാരണ രീതി നമുക്കറിയാം, പറഞ്ഞ സമയം കഴിഞ്ഞാൽ ഇന്ന് അച്ഛൻ ഞങ്ങൾ ഇതുവഴി അങ്ങ് പോവുകയാണ് എന്ന് പറയുന്ന രീതിയാണ് സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നത്, ഞാനും ചെയ്യുന്നത്. എന്നാൽ അന്ത്രയോസ് ബാവയുടെ കബറിടമുള്ള പള്ളി ആയതുകൊണ്ട് വന്നവരാരും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു അച്ഛൻ അവിടെ പോയിട്ട് ഏത് രാത്രിയാണെങ്കിലും പോയിട്ട് നമുക്ക് പോയാൽ മതി. ഏകദേശം എനിക്ക് തോന്നുന്നു 9 മണി 10 മണിക്ക് ശേഷമാണ് അവരിവിടെ വന്നത്. എങ്കിലും അവർ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. ഇപ്പോഴും അവിടുന്ന് ആളുകൾ വരാറുണ്ട്. അങ്ങനെ അച്ഛൻ ഇവിടുത്തെ അപ്പൂപ്പൻ്റെ ഒരു
കഠിനമായ ഒരു ഭക്തനാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇന്നും അച്ഛൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ വന്ന് അച്ഛനോടുള്ള നന്ദി പ്രത്യേകിച്ച് അറിയിക്കുന്നു. നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യുന്നു. അജീച്ചെന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുമെങ്കിലും അച്ഛൻ്റെ ഔദ്യോഗികമായ പേര് ദാനിയൽ ജോർജ് അച്ഛൻ എന്നാണ്. അച്ഛൻ നമ്മളോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും അതോടൊപ്പം തന്നെ നമ്മളെ യഥോചിതം സ്വീകരിച്ചതിനുള്ളതായിട്ടുള്ള നന്ദി മേജർ സെൻറ് തോമസ് വലിയവണ്ടിയുടെ നാമത്തിലും അതോടൊപ്പം തന്നെ തൈമറവങ്കര മർത്തമറിയ സമാജത്തിൻ്റെ നാമത്തിലും കൃത്യമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ത്രയോസ് ബാബ എന്ന് പറയുന്നത് വിദേശിയായിട്ട് ഈ നാട്ടിൽ വന്ന് പുത്തങ്കാവിലും അതോടൊപ്പം തന്നെ കോതമംഗലത്തും അതിനുശേഷം കല്ലടയിലും കുണ്ട്രയിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് കരുതുന്നു. ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്രയോസ് ബാബ വളരെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു പുണ്യ പിതാവായിരുന്നു. ഇതിനെ സംബന്ധിച്ചൊന്നും കൂടുതൽ വിശദമായിട്ട് സംസാരിക്കുന്നില്ല. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അത്ഭുത കിണർ, ഈ കിണറിൻ്റെ അത്ഭുതത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പുത്തങ്കാവിലെ കിണറ്റിനും ഒരു പ്രാവശ്യം പെരുന്നാളിന് അദ്ദേഹത്തിൻ്റെ സദ്യ നടത്തുവാൻ തക്കവണ്ണം പെരുന്നാളിന് വെള്ളം കിട്ടാതെ വന്ന സന്ദർഭത്തിൽ അന്ന് നമ്മുടെ വികാരി മാത്യു വർഗീസ് അച്ഛൻ അവിടെ വികാരിയായിരിക്കുന്ന സമയത്താണ് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേന്ന് കിണർ മുഴുവനും വെള്ളം നിറഞ്ഞ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ അത്ഭുതം പ്രവർത്തിച്ച ഒരു പിതാവിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിലാണ് വന്ന് നമ്മൾ പ്രാർത്ഥിച്ചത്. ആ കബറിടത്തിൽ കുത്തി നിങ്ങൾ കിണറ്റിൽ അവിടെ പോയി വെള്ളം കുടിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവർക്ക് അപ്രകാരം ചെയ്യാം. പേരുകൾ ഓഫീസിൽ കൊടുക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവർക്ക് അപ്രകാരം പേരുകൾ ഓഫീസിൽ നൽകുവാനായിട്ട് ഇപ്പോൾ ക്രമീകരണമുണ്ട്. അതോടൊപ്പം തന്നെ പരിശുദ്ധപിതാവ് ഉപയോഗിച്ചതായിട്ടുള്ള കട്ടിലും മറ്റുള്ള വസ്തുക്കളൊക്കെയും അടങ്ങുന്നതായിട്ടുള്ള കെട്ടിടം പള്ളിയുടെ തെക്ക് ഭാഗത്ത് ഉണ്ട്. അത് സന്ദർശിക്കണം എന്ന് കൃത്യമായിട്ട് അറിയിക്കുന്നു. അതിനുശേഷം മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് പോകാവൂ എന്നുള്ള കാര്യവും കൃത്യമായിട്ട് അറിയിക്കുന്നു. നിങ്ങളുടെ ഇടവക അംഗം ജേക്കബ് ടി അബ്രഹാമച്ചൻ, ജോമോനച്ചൻ, ഓതറ ജേക്കബ് അച്ഛനും അച്ഛനും ഞാനും സെയിം ബാച്ചാണ് സെമിനാരിൽ. അതുപോലെ നമ്മുടെ കുതിരവട്ടം തോമസ് സാറിൻ്റെ മകൾ റൂണി ടീച്ചർ എന്നെ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറെ ആത്മബന്ധം ആ ദേവാലയത്തിലെ അംഗങ്ങളുമായിട്ടും ഉണ്ട്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകിച്ച് അറിയിക്കുകയും ചെയ്യും.